നമസ്കാരം. പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ആഗ്രഹ സഫലീകരണവും കൂടാതെ ദുഃഖ നിവാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. ചില ആഗ്രഹങ്ങൾ നടന്നാൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. അത്തരത്തിൽ ഒരു കാര്യത്തിൽ, അത്തരമൊരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നവരുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി അധ്യായം കൂടിയാണ് ഇത്. അവർക്ക് ഈ തൊടുകുറി അധ്യായം വളരെ അനുയോജ്യമായി തീരും, ഗുണകരമായി തീരും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് 2 പറകളാണ്. പറയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്ന്. ഇവിടെ തന്നിരിക്കുന്നത് 2 പറകളാണ്. അതിൽ ആദ്യത്തേത് മലർപ്പറയാണ് എങ്കിൽ രണ്ടാമത്തേത് മഞ്ഞൾ പറയാണ്. ഈ 2 പറകളിൽ നിങ്ങൾക്ക് ഒരു പറ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിന് മുന്നോടിയായി ഏവരും നിങ്ങൾ മനസ്സിലേക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുഃഖം അല്ലെങ്കിൽ സങ്കടങ്ങൾ, കടബാധ്യതകളാണ് എങ്കിലും, ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മറ്റ് വിഷമകരമായ സാഹചര്യങ്ങൾ, ഇവയ്ക്കെല്ലാം ശാശ്വതമായ പരിഹാരങ്ങൾ ലഭിക്കണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇവയുമായി ബന്ധപ്പെട്ട ചില പരിഹാരങ്ങൾ കൂടിയാണ് ഈ തൊടുകുറി അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അപ്പോൾ മനസ്സിൽ ഈ കാര്യങ്ങൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഏവരും ഒരു നിമിഷം ഇതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പരിഹാരം ലഭിക്കണം എന്നും പ്രാർത്ഥിക്കൂ. ഏവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇപ്രകാരം പ്രാർത്ഥനയിലൂടെ തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക. ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ 2 പറകളിൽ ഒരു പറ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ആദ്യം കാണുന്ന പറയോ അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ ആകർഷിച്ചതായ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ആ ദുഃഖം, ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്നതായ ആ ദുഃഖം നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന അതാണ് എങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന സമയം അത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു മാറ്റമായി അനുഭവവേദ്യമാകും. അപ്പോൾ ആദ്യത്തെ പറയായ മലർപ്പറയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ത്യാഗസമ്പന്നമായ ഒരു മനസ്സിന്റെ ഉടമകൾ തന്നെയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. നിങ്ങളുടെ സ്വഭാവം തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നതായ കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നവരും വിഷമങ്ങൾ ഉള്ളിൽ അടക്കി വയ്ക്കുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ കൂടിയാണ്. മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് ഇടപെടുവാനാണ് താല്പര്യം. അല്ലെങ്കിൽ അവരിൽ ഒരാളായി നിൽക്കുവാൻ പലപ്പോഴും താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും പലപ്പോഴും അത് നിങ്ങൾ ക്ഷമിച്ചിട്ടുള്ളവരാണ്. അതിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. കൂടാതെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവർ ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതി ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് തന്നെ പറയേണ്ടതായി വരും. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന പല അവസരങ്ങളിലും ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്നും നിങ്ങളുടെ മുൻപിൽ അത്തരം കാര്യങ്ങൾ വന്നിട്ടും പലപ്പോഴും അത് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. അത്തരത്തിൽ നഷ്ടബോധം തോന്നുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും
ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പലർക്കു വേണ്ടിയും പല അവസരങ്ങളും അല്ലെങ്കിൽ അത്തരം ഗുണകരമായ കാര്യങ്ങളും ദാനമായി നൽകിയിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. നിങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം, അത് എടുത്തു പറയേണ്ടതായ കാര്യം തന്നെയാണ്, നിങ്ങളുടെ ഏതൊരു കാര്യത്തിലും ഒരു സത്യം കാണുവാൻ സാധിക്കും. ധാർമ്മികതയോടെ പെരുമാറുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങളുടെ വാക്കുകളിൽ പ്രതിഫലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിൽ പ്രതിഫലിക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നിലനിർത്തുന്ന വ്യക്തികളാണ് എന്നതും വാസ്തവം തന്നെയാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുകയും ചില കാര്യങ്ങളിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന ചിന്താഗതിയിൽ പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുള്ളവരാണ്, വിട്ട് കളഞ്ഞിട്ടുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും ദേഷ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. പലപ്പോഴും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദോഷകരമാകുവാനല്ല, സ്വയം ദേഷ്യം തോന്നാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദേഷ്യം വരാം. അത്തരത്തിൽ ഒരു ദേഷ്യ സ്വഭാവം പല അവസരങ്ങളിലും പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് പറയാം. എന്നാൽ അത് കാലാകാലം നിലനിൽക്കുന്ന ദേഷ്യമല്ല. ആ സമയം ദേഷ്യപ്പെട്ട് പിന്നീട് തണുക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. നിങ്ങളുടെ സന്തോഷം പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെയും അപേക്ഷിച്ചിരിക്കും. മറ്റുള്ളവരുടെ ജീവിതവും സന്തോഷത്തിലാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ ഒരു ചിന്താഗതി എപ്പോഴും മനസ്സിൽ ഉള്ളവരാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഇപ്പോൾ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ജോലിയോ കർമ്മവോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അതിൽ ഏർപ്പെടുന്നതായ സമയത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യമുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിവാഹമാകാം, തൊഴിലാകാം, അല്ലെങ്കിൽ സാമ്പത്തിക ധനപരമായ കാര്യങ്ങളാകാം. ഇത്തരം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ആത്മാർത്ഥമായി തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ വിജയങ്ങൾ നേടണം എന്ന് അത്രമേൽ ആഗ്രഹിച്ച് മനസ്സിലെത്തി തന്നെ പ്രവർത്തിച്ചിട്ടും പല കാര്യങ്ങളിലും ഇപ്രകാരം സംഭവിക്കുന്നത് നിങ്ങൾക്ക് വളരെ വിഷമങ്ങൾ നൽകുന്നു എന്നത് വാസ്തവമാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പടി കൂടി കടന്ന് നിങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളതായ ആവശ്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുവാനുള്ള, അല്ലെങ്കിൽ മനസ്സിലുള്ള ആഗ്രഹമാകാം, അല്ലെങ്കിൽ ഒരു കാര്യമാകാം. അത് നടന്നു കിട്ടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ അത് തൊടുകൂറി ഗണിതപ്രകാരം നോക്കുമ്പോൾ അത് സാധ്യമാകാം എന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് ഇന്നോ നാളെയോ ആകണം എന്നില്ല. ഒരു 60 മുതൽ 70 ദിവസത്തിനുള്ളിൽ ആ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരിശ്രമങ്ങൾ നടത്തണം എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ആ പരിശ്രമങ്ങൾ എല്ലാം തന്നെ ആത്മാർത്ഥമായിരിക്കണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്രകാരം ആത്മാർത്ഥതയോടെ നിങ്ങൾ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഈ ദിവസത്തിന് മുൻപ് തന്നെ എത്തിച്ചേരുവാനും സാധ്യത കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് ഈശ്വരാധീനം വളരെയധികം കൂടുതലുള്ള സമയമാണ്. ചില കാര്യങ്ങളിൽ അതിനാൽ ശ്രദ്ധ കൂടുതലായി പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അല്പം കാലതാമസം നേരിടുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരാധീനമില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാം. അത് പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ പരാമർശിച്ചിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. സമയം അത് കൃത്യമായി വിനിയോഗിക്കേണ്ടതാണ്. സമയം കടന്നു പോയതിനു ശേഷം വിഷമിച്ചിട്ട് പ്രയോജനമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഈശ്വരൻ നൽകുന്ന ഒരു ശുഭ സൂചനയായി തന്നെ നിങ്ങൾക്കെടുക്കാം.
തർക്കമില്ലാത്തതായ കാര്യം തന്നെയാണ് നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത്. തീർച്ചയായും ക്ഷമ നിങ്ങൾക്ക് അനിവാര്യമാണ് എന്നും വേണ്ട സ്ഥലങ്ങളിൽ അത് കൃത്യതയോടെ പ്രയോഗിച്ചില്ല എങ്കിൽ അബദ്ധങ്ങൾ ആയി മാറും എന്നും നിങ്ങൾ കാത്തിരിക്കേണ്ടതായ ദിവസങ്ങളിൽ പോലും അത് കൂടുതൽ വിഷമകരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയും അത് കൂടുതൽ ദിവസങ്ങളെടുക്കാം എന്നും കാണുന്നു. അതിനാൽ തന്നെ അബദ്ധങ്ങൾ വരാൻ പാടില്ല, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ഒഴിവാക്കേണ്ടതുമാണ്. ഈ സമയം നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സുഹൃത്തുക്കൾ, അത്തരം വ്യക്തികൾ നിങ്ങളെ വളരെയധികം പുഞ്ചിരിച്ച് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ പലരും നിങ്ങളില്ലാത്തതായ സമയത്ത് നിങ്ങളെ പല രീതിയിലും മടുപ്പിക്കുന്ന പ്രവൃത്തികൾ, കുത്തുവാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുറവുകൾ, ഇതെല്ലാം അവർ തന്നെ നിർമ്മിച്ച് പറയുവാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവരുമല്ല, ചിലർ. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്കെതിരെ പലരും പ്രവർത്തിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാറില്ല എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും എങ്കിലും ഇതിനൊന്നും നിങ്ങൾ തലവെച്ച് കൊടുക്കേണ്ടതായിട്ടില്ല. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നേറണം. ഈ തൊടുകുറി തിരഞ്ഞെടുത്തിരുന്ന സമയത്ത് ചിന്തിച്ചിരുന്ന ആ വിഷമതകൾക്ക് ഒരു പരിഹാരം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുക. അതിനാൽ മുൻപ് പരാമർശിച്ച പോലെ ആ ദേവതയുടെ നാമമോ അല്ലെങ്കിൽ ആഗ്രഹമോ ദുഃഖമോ എഴുതുക. തീർച്ചയായും അത് ഈ സമയം നിങ്ങൾക്ക് പരിഹരിക്കപ്പെടുവാനും ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സഹായകരമായി തീരും. രണ്ടാമത്തെ പറയായ മഞ്ഞൾ പറ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങളോട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ളതായ ദൂഷ്യത്തിന്റെ അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തിരിക്കുന്ന തെറ്റുകൾ, വഞ്ചന, ഇതിൻ്റെയെല്ലാം ഫലങ്ങൾ അവർ ദൈവത്തിന്റെ വിധിയാൽ അനുഭവിച്ചുകൊള്ളും എന്നൊരു ചിന്ത, അതെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. നിങ്ങളുടെ സ്വഭാവ പ്രകൃതം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊഴിൽപരമായാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടും പല സമയങ്ങളിൽ ബലഹീനത കാണുന്നുണ്ട്. അതിനാൽ തന്നെ പല അവസരങ്ങളിലും അവർ നിങ്ങളെ പല രീതിയിലും മുതലെടുക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അല്പം വൈകിയിട്ടുണ്ട്. അതിപ്പോൾ പണമായിട്ടാകാം അല്ലെങ്കിൽ മറ്റു വസ്തുക്കളുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്. ഭൗതികമായ വസ്തുക്കൾ പലപ്പോഴും നിങ്ങളിൽ നിന്നും പല വ്യക്തികളും പല രീതിയിലും സ്വന്തമാക്കിയിട്ടുണ്ട്. അത് തന്ത്രപൂർവം നിങ്ങളെ ചതിക്കുന്നതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തൊടുകുറി ഗണിതപ്രകാരം കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതായത് ഇതിന്റെ ഒരു നന്ദി പോലും അവർക്കില്ല എന്നതും വാസ്തവം തന്നെയാണ്. പല അവസരങ്ങളിലും ഒരു സഹായം അല്ലെങ്കിൽ സഹായം അനിവാര്യമായ സമയത്ത് പോലും അവർ തിരിഞ്ഞു നോക്കാത്തതായ സാഹചര്യങ്ങളുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അവർ അത്തരം കാര്യങ്ങൾ ഒന്നും നിങ്ങളോട് പ്രകടിപ്പിക്കുവാൻ, അതായത് നന്ദിയോ അല്ലെങ്കിൽ പ്രത്യുപകാരം, ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങളോട് പ്രകടിപ്പിക്കുവാൻ അവർ താല്പര്യപ്പെടാത്ത സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇത് യാഥാർത്ഥ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടും പല വിധത്തിലും വ്യത്യാസങ്ങൾ സംഭവിക്കുവാൻ താല്പര്യപ്പെടാത്ത ആ സ്വഭാവം അതേപോലെ തന്നെ നിലനിൽക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പോക്കിനും വിജയങ്ങൾ വരിക്കുവാനും അനിവാര്യം തന്നെയാണ്. സാഹചര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളിലേക്ക് പല വിധത്തിലും നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇത്തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായി തീരും എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു പോരായ്മ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ
ഇനി നിങ്ങളുടെ മനസ്സിലെ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അതിന് ഒരു പരിഹാരം ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്നും അത് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായതും മുന്നോട്ട് പോകുവാൻ ആവശ്യമുള്ള ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, നിങ്ങളുടെ മനസ്സിൽ അത്രമേൽ ബാധിച്ചിട്ടുള്ള ദുഃഖങ്ങളുമായി ബന്ധപ്പെട്ട് മൂലമാണ് എങ്കിൽ അത് അവസാനിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തൊടുകുറി ഗണിതപ്രകാരം കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അല്പം കാലം എടുക്കുന്നതായ സാഹചര്യമുണ്ട്. അല്പം എന്ന് പറയുമ്പോൾ ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ ആ കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും ദൈവം തന്നെ നിങ്ങൾക്ക് ഒരു അവസരം നൽകും. ആ കൃത്യമായ സമയത്ത് ആ സമയോചിതമായ ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഫലം കാണുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് നടന്നു കിട്ടുവാനുള്ള അവസരങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങളും രൂപപ്പെടാവുന്നതാണ്. പൂർണ്ണമായും ചില കാര്യങ്ങൾ നടന്നു കിട്ടിയില്ല എങ്കിൽ പോലും അതിലേക്ക് ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു എത്തിച്ചേരുവാനുള്ള അവസരങ്ങളും അതുമൂലം പല സംതൃപ്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സൗഭാഗ്യങ്ങളും അതേപോലെ തന്നെ ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് വരദാനമായി നൽകുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു മാർഗം ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. അസ്വസ്ഥത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിലും അതിൽ ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും മറ്റുള്ളവരോട് ആ വിനയം വിട്ട് പെരുമാറാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ വേറിട്ട് നിർത്തുന്ന വ്യക്തികളാണ് എന്ന് പറയാം. പ്രതിസന്ധികൾ ഘട്ടങ്ങൾ നേരിടുന്നു എങ്കിലും തീർച്ചയായും ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് കൃത്യമായ മാറ്റങ്ങളായി ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. ഈ സമയം ആരെങ്കിലും നിങ്ങളോട് തെറ്റുകൾ ചെയ്യുകയാണ് എങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സമയം ചിലർക്ക് ചില സഹായങ്ങൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ സ്വീകാര്യത അല്പമൊന്ന് വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് പോലും നിഷേധിക്കാൻ സാധിക്കാത്തതായ ചില ഇടപെടലുകൾ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. അർഹതപ്പെട്ടതായ പല കാര്യങ്ങളും മറ്റുള്ളവരിൽ അകപ്പെട്ടു പോയി എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അവർ തട്ടിയെടുത്തു അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും അത് സ്വന്തമാക്കി എന്ന ചിന്ത ഇപ്പോഴുമുണ്ട്. എന്നാൽ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ തൃപ്തിപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് എന്നതും വാസ്തവം തന്നെയാണ്. വലിയ ഒച്ചപ്പാടോ ബഹളത്തിനോ ഒന്നും പോകാതെ മനസമാധാനമാണ് ജീവിതത്തിൽ വലുത് എന്ന് ചിന്തിച്ച് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ കാണുവാനായി സാധിക്കുന്നു. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും പലരോടും അത് പറയാതിരിക്കുകയും ചെയ്യുന്നു. പല സമയങ്ങളിലും ധൈര്യം പ്രകടിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളിൽ അല്പം മൗനമായി പോയിട്ടുണ്ടോ എന്ന സംശയം നിങ്ങൾക്കുമുണ്ട്. ഈ സമയം നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അതൊരു അറിവ് തന്നെയായി നിങ്ങൾ കണക്കാക്കണം. ഭാവിയിൽ അത് സംഭവിക്കാതിരിക്കുവാൻ ദൈവം നൽകിയതായ ഒരു സാഹചര്യമായി തന്നെ പരാമർശിക്കാം. അപ്പോൾ ഇതിലും ഇരട്ടി നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് അവിടെ അവസാനിക്കുന്നത് എന്നും ഓർക്കുക. ഈ സമയം നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ അവകാശി എന്ന് മനസ്സിലാക്കി പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള സമയമാണ്. തർക്കങ്ങളില്ലാതെ തന്നെ മാറ്റങ്ങൾ പ്രകടമാകും. എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകണം എന്നില്ല. മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള കഴിവ്
തീർച്ചയായും അത് കൃത്യതയോടെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹത്താൽ കൂടിയാണ്. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക.